ഛത്തീസ്ഗഡിൽ തുറങ്കിലടക്കപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരന്റെ വീടാണിത്. സഹോദരന്റെ വൈഫാണ് ഞാൻ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളും അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും തന്നെ ഏറെ ദുഃഖത്തിലാണ്. ഞങ്ങൾക്ക് നീതി കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം കുറ്റമൊന്നും ചെയ്യാതെ തന്നെയാണ് രണ്ട് സിസ്റ്റേഴ്സും രണ്ട് സഹോദരിമാരും തുറങ്കിലടക്കപ്പെട്ടിരിക്കുന്നത്. മൂത്ത മോളാണ് പ്രീതി എന്ന് പറഞ്ഞ മോളാണ്. എൻ്റെ പേര് ജോജോ. ഞാൻ സിസ്റ്റർ പ്രീതി മേരിയുടെ രണ്ടാമത്തെ ബ്രദറാണ്. ഈ സംഭവത്തിന് ശേഷം ഞങ്ങൾ വീട്ടുകാരെല്ലാവരും ആകെ സങ്കടത്തിലാണ്. എത്രയും വേഗം അവരുടെ മോചനം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ കുടുംബം എല്ലാവരും ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് സോണിയ. ഞാൻ സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരന്റെ ഭാര്യയാണ്. ചേച്ചിയുടെ സംഭവം വെള്ളിയാഴ്ച അറിഞ്ഞപ്പോൾ തുടങ്ങിയുള്ള ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. ചേച്ചി എത്രയും പെട്ടെന്ന് ജയിൽ മോചിതമാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ സിസ്റ്റർ പ്രീതി മേരിയുടെ ഇളയ അനിയന്റെ ഭാര്യയാണ്. എൻ്റെ പേര് റൈജി സിജോ. ഞങ്ങൾ ശനിയാഴ്ചയാണ് വിവരം അറിയുന്നത്. അപ്പൊ തുടങ്ങി ഞങ്ങൾ അതീവ ദുഃഖത്തിലാണ്. എന്താകും എന്നുള്ളൊരു സംശയത്തിലാണ് ഞങ്ങൾ. കാരണം തിങ്കളാഴ്ച ബെയിൽ സമർപ്പിച്ച് നമുക്ക് ജാമ്യം കിട്ടുമെന്നുള്ളൊരു വളരെയധികം പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. പക്ഷെ ഒരു 10 മണി 11 മണിയോട് കൂടി ബെയിൽ സമർപ്പിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അതിലേറെ ദുഃഖത്തിലായി. ഇന്ന് വീണ്ടും ഒരു 3 മണി 4 മണി നേരത്താണ് നമ്മൾ അറിയുന്നത് നമ്മൾ സമർപ്പിച്ച അപ്പീല് തള്ളിപ്പോയെന്നും. അപ്പോൾ ഇനിയും ദൈവത്തിൽ മാത്രമാണ് ഞങ്ങൾക്കൊരു പ്രതീക്ഷ. ആ സഹോദരിമാരുടെ കുടുംബത്തിന്റെ കണ്ണുനീര്, മനോവേദന നിങ്ങൾ കാണാതെ പോകരുത്. കാരണം അവർ സ്വന്തം സുഖത്തിന് വേണ്ടിയോ സ്വയം സമ്പാദിക്കാൻ വേണ്ടിയോ പോയവരല്ല. മറ്റുള്ളവരെ സംരക്ഷിക്കാനും മറ്റുള്ളവർക്ക് സുഖമുണ്ടാകാനും വേണ്ടി ജീവിതം നൽകിയവരാണ്. അങ്ങനെയുള്ളവരെ സംരക്ഷിക്കേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതും നാടിന്റെ ഉത്തരവാദിത്തമാണ്. അവർ ജാതിയോ മതമോ നോക്കിയല്ല നന്മ ചെയ്യുന്നത്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. മനുഷ്യത്വമുള്ള സകലരും അവരോടൊപ്പം നിൽക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാവുക. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. അത് ഫലപ്രാപ്തിയിലെത്തും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സഭയുടെ നേതൃത്വവും മേലധ്യക്ഷന്മാരെല്ലാവരും ഇവിടെ വന്ന് ഞങ്ങളുടെ സങ്കടത്തിലെല്ലാം പങ്കുചേരുന്നുണ്ട്. അവർക്ക് സാധ്യമായ ഇടപെടലെല്ലാം നടത്താനും അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പം അതിന് ഒരു ഫലപ്രാപ്തി ഉണ്ടാവണം. അതാണ് അതുണ്ടാവും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന. ജയിലിൽ അടയ്ക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരിമാരോടുള്ള ഞങ്ങളുടെ സ്നേഹവും അവരെ മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ച് അവരോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കാനും ഈ ഇടവക സമൂഹം ഒരുമിച്ച് കൂടുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നീതിയാണ്. നീതി ആരുടെയും ഔദാര്യമല്ല, അത് ഞങ്ങളുടെ അവകാശമാണ്. എന്തിനാണ് സാധുക്കളെ സംരക്ഷിക്കുന്നവരെ ആക്രമിക്കുന്നത്? തെരുവിൽ കിടക്കുന്ന മക്കളെ ചേർത്ത് പിടിക്കുന്നത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റവർ ചെയ്തിട്ടുണ്ട്. ആരോരുമില്ലാത്ത മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റവർ ചെയ്തിട്ടുണ്ട്. ആർക്കും വേണ്ടാത്തവർക്ക് കാവലാകുന്നത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റവർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തെറ്റുകളായി കാണുന്ന ഒരു ലോകത്ത് ജീവിക്കാൻ നമ്മൾ ഭയപ്പെടണം. അതെല്ലാം ഈ ഭൂമിയെ കൂടുതൽ മനോഹരമാക്കുന്ന പുണ്യമാണ് എന്ന തിരിച്ചറിവിലേക്കാണ് നമ്മുടെ നാട് ഉണരേണ്ടത്. എല്ലാവർക്കും ഒരുപോലെ സന്തോഷവും സമാധാനവും നീതിയുമുള്ള ഒരു നാടായി നമ്മുടെ നാട് നിലനിൽക്കണം. ഇവിടെ ഹൈന്ദവനും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും എല്ലാവരും സഹോദരങ്ങളായി ജീവിക്കണം. ശത്രുക്കളല്ല നമുക്ക് വേണ്ടത്, മിത്രങ്ങളാണ്. മിത്രങ്ങളെ ശത്രുക്കളാക്കുന്ന രീതികൾ ആരും അവലംബിക്കാൻ പാടില്ല. അതാരെടുത്താലും അവരെ നമ്മൾ തടയുക തന്നെ വേണം. ആ തടയേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരികളുടേതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഭരണാധികാരികളോട് ആവശ്യപ്പെടുന്നത്, നീതി നടപ്പാക്കൂ. സാധുക്കൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചവരെ സംരക്ഷിക്കാൻ കടപ്പെട്ടവരല്ലേ നിങ്ങൾ? അത് നിങ്ങൾ നിറവേറ്റൂ. ഈ നാടിന്റെ നീതിന്യായ വ്യവസ്ഥയെ ആദരവോടെ കണ്ടുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നീതി നടപ്പാക്കൂ. നീതിന്യായ വ്യവസ്ഥിതിയിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ സഹോദരിമാരെ സംരക്ഷിക്കാൻ, അവരെ മോചിപ്പിക്കാൻ എല്ലാവർക്കും കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അധികാരമുള്ളവരെല്ലാവരും അതിന് മുൻകൈ എടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ വികാരമാണ്, ഇത് ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്.